മെറ്റ് PSC ഓൺലൈൻ സ്റ്റഡി സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓവർസിയർ ഓർ ഡ്രാഫ്റ്റ്മാൻ മെക്കാനിക്കലിൻ്റെ മൾട്ടി ചോയ്സ് ക്വസ്റ്റ്യൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരുപാട് വീഡിയോസ് ചാനലുണ്ട്. അപ്പോൾ ചാനൽ കംപ്ലീറ്റ് ആയിട്ട് വാച്ച് ചെയ്യുക. ഇപ്പോൾ എക്സാംസ് അടുത്തുകൊണ്ടിരിക്കുകയാണ്. സോ എല്ലാ ടോപ്പിക്സും മാക്സിമം കവർ ചെയ്യാനും പഠിക്കുവാനും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ മാക്സിമം വർക്കൗട്ട് ചെയ്യാനും ശ്രമിക്കുക എല്ലാവരും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ദ ഫസ്റ്റ് വൺ, ദ പോയ്സൺസ് റേഷ്യോ ഓഫ് എ മെറ്റീരിയൽ ഈസ് 0.4. If a force is applied to this material, there is a decrease in cross-sectional area by 2%. The percentage increase in its length is option A 0.25, option B 0.5, option C 2.5%, option D 3%. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് പോയ്സൺസ് റേഷ്യോ എന്താണെന്ന് അറിയണം. അതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് ലാറ്ററൽ സ്ട്രെയിൻ ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ആണ്. അപ്പോൾ ഡെൽറ്റ ഡി ബൈ ഡി ഡിവൈഡഡ് ബൈ ഡെൽറ്റ എൽ ബൈ എൽ. അപ്പോൾ അവിടെ നമ്മൾ ഈ ഒരു രീതിയിൽ അതിനെ വർക്കൗട്ട് ചെയ്തെടുക്കുകയാണ്. പിന്നെ ഏരിയയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് പൈ ഡി സ്ക്വയർ ബൈ 4 ആണ്. ഇതിനെ നമ്മൾ ഒന്ന് ലോഗ് ടേം, രണ്ട് സൈഡിലും ലോഗ് ടേം എടുക്കുകയാണ്. സോ ലോഗ് എ ഈസ് ഈക്വൽ ടു ലോഗ് പൈ ബൈ 4 കോൺസ്റ്റൻറ്റ് ടൈമിന് നമ്മളൊന്നും ഇങ്ങോട്ടേക്ക് എടുത്തു. പിന്നെ 2d ലോഗ് ഡി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടൈമിലേക്ക് മാറി. പിന്നെ ഇവിടെ റിലേറ്റീവ് ചേഞ്ച് ബോത്ത് സൈഡ്സിലും റിലേറ്റീവ് ചേഞ്ചസ് കൊടുക്കുന്ന സമയത്ത് ഡെൽറ്റ എ ബൈ എ ഈസ് ഈക്വൽ ടു 2 ഡെൽറ്റ ഡി ബൈ ഡി എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ കിട്ടും. ഈ ഒരു ടൈം ക്യാൻസലായിട്ട് അതിലാണ് നമ്മൾ വാല്യൂസ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. സോ ഡെൽറ്റ ഡി ബൈ ഡി ഈസ് ഈക്വൽ ടു ഈ ഒരു 2 അങ്ങോട്ടേക്ക് എടുക്കുന്ന സമയത്ത് 1/2 ഡെൽറ്റ എ ബൈ എ ആയി മാറി. അപ്പോൾ അതിന് ഡെൽറ്റ എ ബൈ എ എന്ന് പറയുന്നത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു 2% ആണ്. അതിൻ്റെ ആ ഒരു ഏരിയ ചേഞ്ചസ് വരുന്നത് 2% ആണെന്ന് പറഞ്ഞിരുന്നു. സോ അത് നമ്മളിവിടെ അപ്ലൈ ചെയ്തു. ഇപ്പോൾ 1/2 ഇൻറ്റു 2% ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ഒരു ഇക്വേഷൻ കിട്ടും. അത് ഇവിടെ കിട്ടിയ ഇക്വേഷനുമായിട്ട് ഇക്വേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നേരത്തെ നമുക്ക് ഡെൽറ്റ എൽ ബൈ എൽ എന്ന് പറയുന്നത് പോയ്സൺസ് റേഷ്യോ ഒക്കെ വെച്ചിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിലുള്ള ഇക്വേഷനായിട്ട് കിട്ടിയിരുന്നു. അങ്ങനെ അത് അപ്ലൈ ചെയ്ത് സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്കിങ്ങനെ ഈ ഒരു കണ്ടീഷനിലേക്ക് മാറും. ഡെൽറ്റ എൽ ബൈ എൽ ഈസ് ഈക്വൽ ടു 1% ഡിവൈഡഡ് ബൈ 0.4. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2.5% എന്ന് പറഞ്ഞിട്ട് ആൻസർ കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. 2.5% ആണ് നമുക്ക് ആൻസർ കിട്ടുക. ദ നെക്സ്റ്റ് വൺ, the difference between LST and EST is called ഫ്ലോട്ടിനെയാണ് ഡിഫറൻസ് ആയിട്ട് നമ്മൾ വിളിക്കാറ്. ഫ്ലോട്ട് ഓർ സ്ലാക്ക് എന്ന് പറയുന്ന ആ ഒരു രീതിയിൽ. അപ്പോൾ ഇത് നമുക്ക് പെർട്ട് CPM ആ ഒരു ഏരിയയിലൊക്കെ വരുന്ന പോർഷൻസ് ആണ്. ഇവിടുത്തെ ആൻസർ വരുന്നത് ഫ്ലോട്ട്. അപ്പോൾ ഇതിൻ്റെ സെപ്പറേറ്റ് വീഡിയോസൊക്കെ നമ്മൾ ചാനൽ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസൊക്കെ വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. ദ നെക്സ്റ്റ് വൺ, ഐഡൻറ്റിഫൈ ദ മെത്തേഡ് വിച്ച് ഈസ് നോട്ട് എ LPP ടെക്നിക്ക്. ലീനിയർ പ്രോഗ്രാമിംഗ് ടെക്നിക്ക് അല്ലാത്ത ഗ്രാഫിക്കൽ മെത്തേഡ് LPP ടെക്നിക്കാണ്. ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് LPPയുടെ അണ്ടറിൽ വരുന്നതാണ്. സിംപ്ലക്സ് മെത്തേഡും LPP ടെക്നിക്ക് തന്നെയാണ്. അപ്പോൾ ABC അനാലിസിസ് എന്ന് പറയുന്നത് ഇൻവെൻറ്ററി കൺട്രോളിന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ആ ഒരു ടെക്നിക്കാണ്. സോ അതുകൊണ്ട് 3D ആണ് ആൻസർ വരുന്നത്. ദ നെക്സ്റ്റ് വൺ, റോവിംഗ് ഇൻസ്പെക്ഷൻ ഈസ് എ കൈൻഡ് ഓഫ് ഓപ്ഷൻ എ കീ പോയിൻ്റ് ഇൻസ്പെക്ഷൻ, ഓപ്ഷൻ ബി ഫ്ലോർ ഇൻസ്പെക്ഷൻ, ഓപ്ഷൻ സി ഫിക്സ്ഡ് ഇൻസ്പെക്ഷൻ, ഓപ്ഷൻ ഡി ഫൈനൽ ഇൻസ്പെക്ഷൻ. റോവിംഗ് ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത് ചെക്ക് ചെയ്യുന്ന ആൾ ആ ഒരു മെഷീൻ്റെ അടുത്തൊക്കെ പോയിട്ട് ഷോപ്പ് ഫ്ലോറിൽ പോയിട്ട് ചെക്ക് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഇൻസ്പെക്ഷനാണ്. അത് ഫ്ലോർ ഇൻസ്പെക്ഷൻ കാറ്റഗറിയിലാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് 4B ആയിരുന്നു. The next one,
വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഇൻവേർഷൻ ഓഫ് ഡബിൾ സ്ലൈഡർ ക്രാങ്ക് ചെയിൻ? ഓപ്ഷൻ എ വിത്ത്വർത്ത് ക്വിക്ക് റിട്ടേൺ മെക്കാനിസം, ഓപ്ഷൻ ബി റെസിപ്രോക്കേറ്റിംഗ് കംപ്രസർ, ഓപ്ഷൻ സി റോട്ടറി എൻജിൻ, ഓപ്ഷൻ ഡി സ്കോച്ചിയോക്കെ മെക്കാനിസം. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഡബിൾ സ്ലൈഡർ ക്രാങ്ക് ചെയിനാണ്. അപ്പോൾ ഈ മൂന്നെണ്ണവും സിംഗിൾ സ്ലൈഡർ ക്രാങ്ക് ചെയിൻ്റെ ഇൻവേർഷനൊക്കെ ആയിട്ട് പറയാൻ പറ്റിയ സംഭവങ്ങളാണ്. റോട്ടറി എൻജിനായാലും വിത്ത്വർത്ത് ആയാലും ഇതിൻ്റെ കൂടെ തന്നെ ക്രാങ്ക് ആൻഡ് സ്ലോട്ടഡ് ലിവർ എന്ന് പറയുന്ന ആ ഒരു മെക്കാനിസവും അതൊക്കെ ഈ ഒരു സിംഗിൾ സ്ലൈഡർ ക്രാങ്കിൽ വരുന്നതാണ്. ഡബിൾ സ്ലൈഡർ ക്രാങ്കിൽ സ്കോച്ചിയോക്ക് മെക്കാനിസം, എലിപ്റ്റിക്കൽ ട്രാമൽ, ഓൾഡാം കപ്ലിങ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് സ്കോച്ചിയോക്ക് മെക്കാനിസം എന്ന് പറയുന്ന മെക്കാനിസം ഇതാണ്. ഇതതിൻ്റെ ഡബിൾ സ്ലൈഡർ ക്രാങ്കിൻ്റെ ഇൻവേർഷനായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. സോ ആൻസർ ഡി ആണ് വരുന്നത്. ദ നെക്സ്റ്റ് വൺ, ദ സൈസ് ഓഫ് ആൻ അബ്രസീവ് ഗ്രെയിൻ ഈസ് ടേംഡ് ആസ്? ഓപ്ഷൻ എ ഗ്രിറ്റ്, ഓപ്ഷൻ ബി ഗ്രേഡ്, ഓപ്ഷൻ സി സ്ട്രക്ചർ, ഓപ്ഷൻ ഡി ഓർബിറ്റ്. നമ്മൾ അബ്രസീവ് ഗ്രെയിനിൻ്റെ സൈസ് പറയാൻ വേണ്ടിയിട്ട് ഗ്രിറ്റ് സൈസാണ് കൺസിഡർ ചെയ്യാറ്. ഈ ഒരു ഗ്രിറ്റ് എന്താണ്, ഗ്രെയിൻ എന്താണ്, അതിൻ്റെ നമ്പേഴ്സ് എങ്ങനെയൊക്കെയാണ് വരുന്നതൊക്കെ വർക്ക്ഷോപ്പ് ടെക്നോളജി വീഡിയോസിലൊക്കെ ഓൾറെഡി ഡിസ്കസ് ആണ്. സോ ആ വീഡിയോസൊക്കെ വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. ദ നെക്സ്റ്റ് വൺ, ദ എമൗണ്ട് ഓഫ് മണി പെയ്ഡ് ടു എ വർക്കർ ഇൻ ക്യാഷ് ഫോർ ദ എഫേർട്ട് പുട്ട് ബൈ ഹിംസെൽഫ് ഈസ് കോൾഡ്? ഓപ്ഷൻ എ റിയൽ വേജ്, ഓപ്ഷൻ ബി നോമിനൽ വേജ്, ഓപ്ഷൻ സി ലിവിങ് വേജ്, ഓപ്ഷൻ ഡി ഫെയർ വേജ്. അപ്പോൾ ഇവിടെ വർക്കർക്ക് ക്യാഷ് ഡയറക്റ്റ്ലി എഫേർട്ട് ചെയ്യുന്നതനുസരിച്ചിട്ട് ക്യാഷ് കൊടുക്കുന്ന ആ ഒരു ടൈപ്പ് സിസ്റ്റത്തിനെ നമ്മൾ വിളിക്കുക നോമിനൽ വേജ് എന്നാണ്. അപ്പം അതിലെന്തെങ്കിലും ലൈവ് മാർക്കറ്റിംഗ് കണ്ടീഷനൊക്കെ ആക്കിയിട്ട് നോക്കിയിട്ട് ചെയ്യുമ്പോഴാണ് അത് റിയൽ വേജ് ആയിട്ട് മാറുന്നത്. ഇവിടുത്തെ ആൻസർ വരുന്നത് നോമിനൽ വേജ് ആണ്. ദ നെക്സ്റ്റ് വൺ, ഇൻ പിഗ് അയൺ പെർസെൻറ്റേജ് ഓഫ് കാർബൺ വാരീസ് ഫ്രം 1 to 5%. അപ്പോൾ പിഗ് അയണിൽ കാർബൺ കണ്ടൻറ്റ് എന്ന് പറയുന്നത് 1 to 5% വരെ ഉണ്ടാവും. അപ്പോൾ അയൺ ഓർന്ന് ബ്ലാസ്റ്റ് ഫർണസിലൂടെ മെൽറ്റ് ചെയ്തിട്ടൊക്കെയാണ് ഈ ഒരു പിഗ് അയണൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ പിഗ് അയണിനെ വീണ്ടും പ്രോസസ്സ് ചെയ്തിട്ടാണ് ബാക്കി അയൺസിലേക്കൊക്കെ നമ്മൾ പോകുന്നത്. ദ നെക്സ്റ്റ് വൺ, ദ പ്രൊഡക്ഷൻ ഓഫ് ഫ്ലാറ്റ് വെർട്ടിക്കൽ സർഫസസ് ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് എ വർക്ക് പീസ് ഈസ് കോൾഡ്? അപ്പോൾ അത് സ്ട്രാഡൽ മില്ലിംഗ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് മില്ലിംഗ് ആണ്. അപ്പോൾ സ്ട്രാഡൽ മില്ലിങ്ങിൽ ടൂൾ ഉപയോഗിച്ചിട്ട് ഒരു ആർബറിൻ്റെ മുകളിൽ 2 ടൂൾ ഫിറ്റ് ചെയ്യും. അതിൽ വെർട്ടിക്കൽ സൈഡുകളൊക്കെ 2 എഡ്ജിൽ ഒരുമിച്ച് കട്ട് ചെയ്തെടുക്കുന്ന ഒരു പ്രോസസ്സാണ് സ്ട്രാഡൽ മില്ലിംഗ് എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ വർക്ക് ഹോൾഡിംഗ് ഡിവൈസസ് ഇൻ എ ലെയ്ത്ത്? അപ്പോൾ മാൻഡറിൽ ലെയ്ത്തിൽ യൂസ് ചെയ്യുന്നതാണ്. ഫോളോവർ റെസ്റ്റും ഫേസ് പ്ലേറ്റും ലെയ്ത്തിൽ യൂസ് ചെയ്യുന്നതാണ്. ഇവിടെ ടൂൾ പോസ്റ്റ് എന്ന് പറയുന്നത് ടൂൾ ഹോൾഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് ലെയ്ത്തിൻ്റെ കേസിൽ. സോ ടൂൾ പോസ്റ്റ് ആണ് ഇവിടുത്തെ ആൻസർ. എ സെൻസിറ്റീവ് ആംഗിൾ മെഷറിംഗ് ഡിവൈസ് ഈസ്? ഓപ്ഷൻ എ ക്ലിനോമീറ്റർ, ഓപ്ഷൻ ബി കമ്പാരറ്റർ, ഓപ്ഷൻ സി മൈക്രോമീറ്റർ, ഓപ്ഷൻ ഡി ഇൻ്റർഫെറോമീറ്റർ. മൈക്രോമീറ്റർ നമുക്കറിയാം, നമ്മളെല്ലാവരും യൂസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത് ആംഗിൾ മെഷറിങ്ങിന് ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ കമ്പാരറ്റർ എന്ന് പറയുമ്പോൾ സൈസ് കമ്പയർ ചെയ്ത് നോക്കുക, വേറൊരു സ്റ്റാൻഡേർഡ് ഒബ്ജക്റ്റുമായിട്ട് ഡയമെൻഷൻസ് കമ്പയർ ചെയ്ത് നോക്കുന്ന ഒരു ഡിവൈസാണ്. ഇൻ്റർഫെറോമീറ്റർ എന്ന് പറയുന്നത് സർഫസ് റഫ്നെസ് ഒക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ക്ലിനോമീറ്റർ ആണ്. അപ്പോൾ ക്ലിനോമീറ്ററിൻ്റെ ഫിഗർ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതിലെ പാർട്സുകളൊക്കെ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇത് ആംഗുലർ മെഷറിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. The next one, convert the pressure head of 3 meter of oil having specific gravity 0.8 into equivalent water head. അപ്പോൾ നമുക്കറിയാം പ്രഷറിൻ്റെ ഫോർമുല വരുന്നത് P is equal to rho GH ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് സ്പെസിഫിക് ഗ്രാവിറ്റി ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെ ടൈമിൽ
ഈ ഒരു 2 കോളത്തിനെ ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ ഒന്ന് ഓയിൽ കോളാക്കി എടുക്കാം, ഒന്ന് വാട്ടർ കോളാം. അപ്പോൾ നമ്മൾ ഈ ഒരു സൈഡിലെ വാട്ടർ കോളാക്കി കൺസിഡർ ചെയ്യാണ്, ഇപ്പുറത്തെ സൈഡിൽ ഓയിൽ കോളാക്കിയിട്ട് കൺസിഡർ ചെയ്യാണ്. വാട്ടർ കോളത്തിൻ്റെ ഹൈറ്റാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, അതായത് H1. അപ്പോൾ ഇതിൽ ജി 2 സൈഡിൽ വരുന്നത് കൊണ്ട് ജി നമ്മളിനി കൺസിഡർ ചെയ്യണമെന്നില്ല, അത് ക്യാൻസൽ ചെയ്യാം. വാട്ടറിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ നമുക്കിവിടെ വേണമെങ്കിൽ ഡെൻസിറ്റി വെച്ചിട്ടും ചെയ്യാം. ഇപ്പോൾ ഡയറക്റ്റ് നമുക്കിവിടെ സ്പെസിഫിക് ഗ്രാവിറ്റി തന്നതുകൊണ്ട് നമ്മൾ അത് തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ 1 ഇൻറ്റു H1 എന്ന് വരും. ജി കട്ടായി പോയിട്ട് 1 ഇൻറ്റു H1 ഈസ് ഈക്വൽ ടു, ഇവിടുത്തെ സൈഡിലാണെങ്കിൽ സ്പെസിഫിക് ഗ്രാവിറ്റി 0.8 ആണ്, H2 പറഞ്ഞിരിക്കുന്നത് 3 മീറ്റർ ആണ്. സോ അവിടെ നിന്നും നമ്മൾ H1 ഈസ് ഈക്വൽ ടു എന്താവും, ഈ ഒരു ടേം ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് S1 1 ആയതുകൊണ്ട് വേറെ ഒന്നും നോക്കാനില്ല, ഡയറക്റ്റ് എന്ത് ചെയ്താൽ മതി, ഇതിനെ ഇൻറ്റു ചെയ്താൽ അവിടെ ആൻസർ കിട്ടും. അപ്പോൾ 0.8 ഇൻറ്റു 2.3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2.4 മീറ്റർ ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. 12A ആണ് ആൻസർ. ദ നെക്സ്റ്റ് വൺ, ഡബിൾ ഹെലിക്കൽ ഗിയേഴ്സ് ആർ ഓൾസോ കോൾഡ്. അതിനെ അത്തരത്തിലുള്ള ഗിയറിനെ വിളിക്കുക ഹെറിംഗ് ബോൺ ഗിയേഴ്സ് എന്നാണ്. ഇതാണ് ഹെറിംഗ് ബോൺ ഗിയേഴ്സ് ആകുമ്പോൾ ഒരു സൈഡിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഓറിയൻറ്റേഷനിലും തിരിച്ച് അതേ ഗിയർ തന്നെ വേറൊരു ഓറിയൻറ്റേഷനിലേക്കും ടീത്ത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള ഗിയറാണ് ഹെറിംഗ് ബോൺ ഗിയർ എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് വൺ, വർക്കിംഗ് ഓഫ് ഒറിഫൈസ് മീറ്റർ ഈസ് ബേസ്ഡ് ഓൺ. ഒറിഫൈസ് മീറ്റർ അതേപോലെ ഫ്ലോ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ ഓൾമോസ്റ്റ് എല്ലാം ബെർണോളിസ് തിയറം ബേസ് ചെയ്തിട്ടാണ്. അതേപോലെ പ്രഷർ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് മിക്കവാറും എല്ലാം നമ്മൾ ലാബിലൊക്കെ ഉപയോഗിക്കുന്നതിൽ കൂടുതലും പാസ്കൽസ് ലോ ഒക്കെ ബേസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഡിവൈസാണ്. അപ്പോൾ ഇവിടെ ആൻസർ ബി ആണ് വരുന്നത്. ദ നെക്സ്റ്റ് വൺ, എ ബ്ലാക്ക് ബോഡി അറ്റ് 227 ഡിഗ്രി സെൽഷ്യസ് റേഡിയേറ്റ്സ് ഹീറ്റ് അറ്റ് എ റേഷ്യോ ഓഫ് 6 കലോറി പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ. At the temperature of 727 degrees Celsius, the rate of heat radiated in the same unit will be. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് ഹീറ്റ് എനർജിയുടെ ഫോർമുല നമുക്കറിയാം, സിഗ്മ AT⁴ ഉണ്ട്. അപ്പോൾ അതിൽ പെർ യൂണിറ്റ് ഏരിയയിലാക്കി മാറ്റിയപ്പോൾ എ കട്ടായിപ്പോയി. അപ്പോൾ നമുക്ക് സിഗ്മ T⁴ എന്ന് കാണാം. അപ്പോൾ അതിൽ നമുക്ക് ടെമ്പറേച്ചേഴ്സൊക്കെ തന്നിട്ടുണ്ട്, അതിൻ്റെ കെൽവിൻ കൺവേർഷൻ ചെയ്തത് കഴിയുമ്പോൾ നമുക്ക് 500Kയും 1000Kയും ഒക്കെ ആൻസറായിട്ട് വരുന്നു. അതിൻ്റെ കൗണ്ടായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു റേഷ്യോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ R2-R1- ഈസ് ഈക്വൽ ടു T2/T1⁴. അതിൽ T2/T1⁴ അപ്ലൈ ചെയ്തു, നമുക്ക് അതിൻ്റെ ആൻസർ 16 എന്ന് കിട്ടി. ഇനി R2-R1 എന്ന് പറയുന്നത്, അപ്പോൾ അതിൽ ഇവിടെ 6 ആണ് വരേണ്ടത്. അപ്പോൾ 6 നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ വീണ്ടും ഈ ഒരു ടേം ചെയ്ത് കഴിയുമ്പോൾ 16 ആയിട്ട് മാറും ആൻസർ. അപ്പോൾ 16 ഇൻറ്റു 6 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 96 ആൻസർ വരും. അപ്പോൾ 96 സി ആണ് ആൻസർ വരുന്നത്. ദ നെക്സ്റ്റ് വൺ, ബബിറ്റ് മെറ്റൽ ഈസ് ആൻ അലോയ് ഓഫ് കോപ്പർ, ടിൻ ആൻഡ് ആൻറ്റിമണി. കോപ്പർ, ടിന്ന് ആൻഡ് ആൻറ്റിമണിയാണ് ബബിറ്റ് മെറ്റലിൻ്റെ കോമ്പോസിഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ്. ദ നെക്സ്റ്റ് വൺ, ലീസ്റ്റ് കൗണ്ട് ഓഫ് എ മൈക്രോമീറ്റർ ഈസ്. അപ്പോൾ മൈക്രോമീറ്ററിൻ്റെ ലീസ്റ്റ് കൗണ്ട് 0.01 ആണ്. വെർനിയർ കാലിപ്പർ ആകുമ്പോൾ 0.02 mm. The next one, which of the following is not a non-destructive test? Non-destructive test അല്ലാത്തത് റേഡിയോഗ്രാഫിക് നോൺ ഡിസ്ട്രക്റ്റീവ് ആണ്, അൾട്രാസോണിക് നോൺ ഡിസ്ട്രക്റ്റീവ് ആണ്, ലിക്വിഡ് പെനിസ്ട്രേഷനും നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റാണ്. അപ്പോൾ ക്രീപ്പ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റാണ്. അതിൽ ഒബ്ജക്റ്റ് ഡയറക്റ്റ്ലി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, അത് ലാസ്റ്റ് ബ്രേക്ക് ആയി പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഡി ആണ് വരുന്നത്. ദ നെക്സ്റ്റ് വൺ,
വാട്ട് ഈസ് ദ ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷർ അറ്റ് എ ഡെപ്ത് ഓഫ് 6 meter ബിലോ ദ ഫ്രീ സർഫസ് ഓഫ് വാട്ടർ. ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷർ കാണേണ്ട ഇക്വേഷൻ P = റോ ജി എച്ച് ആണ്. അപ്പോൾ റോ എന്ന് പറയുന്നത് വാട്ടറിൻ്റെ കേസിൽ 1000 ആണ്. ജി എന്ന് പറയുമ്പോൾ 9.81, 9810. പിന്നെ ഹൈറ്റ് ഇവിടെ വരുന്നത് 6 ആണ്. ഇൻറ്റു 6, 9810 ഇൻറ്റു 6 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. The next one, in case of long column, when both end fixed, the ratio between effective length and actual length is, അപ്പോൾ അതിൻ്റെ റേഷ്യോ വരുന്നത് L = L/2 എന്ന് പറയുന്ന രീതിയിലാണ്. സോ ഈ ഒരു വീഡിയോ സീരീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മാക്സിമം നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ചാനലിനെ പറ്റി ഇൻഫോം ചെയ്യുക. So keep watching. Thank you.